വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ കിച്ചൻ്റെ റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്തെ ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പുറമല്ല, മുകളിലാണ് കേട്ടോ. അപ്പം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം എന്താ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ സാധനം എടുത്തു കൊണ്ടുവരാൻ എനിക്ക് ഒരുപാട് സമയം എടുക്കും. ഒരു ദിവസം ഒരു ചായപാത്രം, പിന്നെ ഒരു ദിവസം രണ്ടാമത്തെ ദിവസം ഒരു ചട്ടി, അങ്ങനെ ഓരോന്നും എടുത്തുകൊണ്ടുള്ളൂ. മുകളിൽ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും എനിക്ക് വയ്യാണ്ടാവും. പിന്നെ ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കും. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇങ്ങനെ എല്ലാവരും ചോദിച്ചത് എന്ത് ഇത്ര ഒരു അടുക്കള റിനോവേഷൻ ചെയ്തിട്ട് മാറാൻ ഇത്ര സമയം. ഞാൻ ആക്ച്വലി ഒരു മാസം എടുത്തു അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി മാത്രം. കാരണം കിച്ചണിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വന്ന് പെർഫെക്റ്റ് ആയിട്ട് വെച്ച് എനിക്ക് വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്നിപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വരും. എൻ്റെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് ഗീ റൈസ് ഉണ്ടാക്കണം, പനീർ ബട്ടർ മസാല ഉണ്ടാക്കണം. ഇത് രണ്ടും ഉണ്ടാക്കിയിട്ട് ഞാൻ ഓടി വരാം കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കൈമാരി, ഒരു അരമണിക്കൂർ നിൽക്കട്ടെ. അങ്ങനെ അരി അരമണിക്കൂർ പുതിർത്തു. ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. സോ എണ്ണ ചൂടായി. അപ്പോൾ കറാമ്പട്ട, ഗ്രാമ്പു, സ്റ്റാറും ഏലക്കായ ഇട്ടു. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അരി കഴുകി ഊറ്റിയിട്ടുണ്ട്. അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച അരിയാണ് അത് ഞാൻ ഊറ്റിയിട്ടുണ്ട്. കുറച്ച് സവോള ഇട്ടു കേട്ടോ. ഗീ റൈസ് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, പക്ഷെ ഞാൻ പെട്ടെന്ന് കാണിക്കുന്നതെന്ന് മാത്രം. ഈ അരി ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വറക്കുന്നുണ്ട്. കാരണം കുട്ടികൾ വരാൻ സമയമായി. എൻ്റെ ചോറും ആയിട്ടില്ല, കറി ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഫ്രിഡ്ജിൽ കുറച്ച് തേങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ തേങ്ങ ഒന്ന് പെട്ടെന്ന് അരച്ചെടുക്കട്ടെ. കുറച്ച് തേങ്ങാപ്പാൽ വേണം എനിക്ക് നെയ്ച്ചോറിലേക്ക്. ഞാൻ വെള്ളം ഒന്ന് ഇങ്ങോട്ട് ഒഴിക്കട്ടെ കേട്ടോ. വെള്ളം ഒഴിച്ചു. ആ വെള്ളത്തിൻ്റെ അതേ കണക്കിൽ തന്നെയാണ് കേട്ടോ തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്. കൂടുതലൊന്നുമില്ല, സെയിം. ബേ ലീവ്സ് ഇട്ടു. ഇനി കുറച്ച് സോഫ് ഇടണം. സോഫ് പറഞ്ഞാൽ പെരിഞ്ജീരകം, കുറച്ച് പെരിഞ്ജീരകം ഇട്ടു. കുറച്ച് ഗരം മസാല ഇട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനോണ്ട് കറിയുണ്ട്, പനീർ ബട്ടർ മസാല. സോ അതുകൊണ്ട് ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടില്ല കേട്ടോ. ചില ആൾക്കാർ ഇഞ്ചിയും വെളുത്തുള്ളി ഇടും, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. കറി കൂട്ടി കഴിക്കുന്നതുകൊണ്ടാണ്. എനിക്ക് ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളി ആയി കഴിഞ്ഞാൽ ഇഷ്ടമില്ല. കുറച്ച് ബട്ടർ ഇട്ടോ. ഇനി ആ ബട്ടർ ഒന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് വേഗം മിക്സിയിൽ ഉള്ളിയൊക്കെ ഒന്ന് അടിക്കാം. അരയ്ക്കാൻ വേണ്ട സാധനങ്ങളാണ് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കാഷ്യൂനട്ട്. ഇതെല്ലാവരും കൂടെ ഞാൻ ഒരുമിച്ചെടുത്ത് അരക്കുകയാണ് കേട്ടോ. ബട്ടർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ജീരകം ഇട്ടു കേട്ടോ. ഇതിലോട്ട് ഈ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കാഷ്യൂനട്ടൊക്കെ ഒന്ന് കടിക്കണം. ഇനി അരയ്ക്കേണ്ടവർ അങ്ങനെ നന്നായിട്ട് അരച്ചോളൂ. എനിക്ക് അങ്ങനെ അരയ്ക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് കഴിക്കുമ്പോൾ കാഷ്യൂനട്ടൊക്കെ ഒന്ന് ഇങ്ങനെ കടിക്കുന്ന പോലെ ഫീൽ ആവണം. സോ അത് ഓരോരുത്തരും ഇഷ്ടമാണ്. അപ്പോൾ ഈ അരച്ച് വെച്ചേക്കുന്ന സാധനം ഇതിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. ഇരുമ്പിലായിട്ടാണ് കേട്ടോ ബട്ടറിൻ്റെ കളറ് മാറണത്. ഇരുമ്പ് ചീച്ചട്ടിയാണല്ലോ, പക്ഷെ എന്താണെങ്കിലും നമ്മളെ ശരീരമാണല്ലോ ഏറ്റവും മുഖ്യം. അതിട്ട് ഒരു 2 പച്ചമുളകും കൂടെ ഇട്ട് കേട്ടോ. ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എക്സോസ്റ്റിന് സൗണ്ടാണ് കേട്ടോ. സോ ഉള്ളി നന്നായിട്ട് മൂത്തിട്ട് ഞാൻ തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തക്കാളി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ഞാനൊരു 4 തക്കാളി എടുത്തേക്കുന്നത് കേട്ടോ. ഒരു 2 ഉള്ളിക്ക് 4 തക്കാളി. ഇനി ഇതിലേക്ക് മസാല ഇടണം. മുളക് പൊടി കുറച്ച് ആവശ്യത്തിനാണ്, അധികം എരിവ് ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത് ടിക്കി മസാലയാണ്. ആമസോണിലൊക്കെ കിട്ടും ടിക്കി മസാല. പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് സോഫ് പൗഡർ വേണം കേട്ടോ. ജീരകത്തിൻ്റെ പൊടിയില്ല, അപ്പം ഞാൻ
ജീരകം ഒന്ന് വെച്ച് കുത്തിയെടുക്കുകയാണേ. ഇവിടെ ഉപ്പ് ആവശ്യത്തിന് കേട്ടോ. പിന്നെ നമ്മുടെ സാധാരണ ജീരകം പൊടിച്ചിട്ട് വറുത്ത് പൊടിച്ചിട്ട് അതും കൂടെ ചേർക്കണേ. ഇവിടെ നല്ല ഫ്രഷ് പനീർ കിട്ടും കേട്ടോ. ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഷോപ്പ് ഉണ്ട് അടുത്ത. അവിടെ അവർ ഒരു 3 days എക്സ്പയറി ഇട്ടിട്ട് നല്ല ഫ്രഷ് ഒരു പനീർ ഉണ്ടാക്കി തരും. പൊതുവെ ഞാനെല്ലാം ഉണ്ടാക്കലാണ്. ഇപ്പോൾ ഇവിടുന്ന് ഫ്രഷ് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല. വേണമെങ്കിൽ നമുക്ക് ഈ പനീർ ഒന്ന് ജസ്റ്റ് തവയിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് ഇടാം. പക്ഷെ അത് നമ്മൾ റബ്ബർ പോലെ ആയിപ്പോവും. ഇത് നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൻ്റെ മേലെ ഇങ്ങനെ ഫുള്ള് എണ്ണ വരണം കേട്ടോ. ലൈക്ക് ബട്ടർ വരണം. ഫുള്ളായിട്ട് വന്നിട്ടില്ല. ഇങ്ങനെ ഫുള്ള് ബട്ടർ വരുന്ന സമയത്താണ് ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത്. എന്നിട്ടാണ് പനീർ ഇടേണ്ടത്. അപ്പോൾ ഓയിലൊക്കെ മേലോട്ട് വന്നിട്ടുണ്ട്. ബട്ടർ മേലോട്ടായി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. ഇവർക്കിങ്ങനെ ഭയങ്കര വെള്ളമായിട്ട് ഇഷ്ടമല്ല കേട്ടോ. കുറച്ച് കട്ടിയാണ് ഇഷ്ടം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. എൻ്റെ മക്കൾക്ക് കുറച്ച് കട്ടിയോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വെള്ളം ഒഴിക്കുന്നില്ല. എന്നിട്ട് ഞാനതിലേക്ക് പനീർ ഇടുന്നു. നമ്മൾ സാധാരണ ജീരകം വറുത്ത് പൊടിച്ചിടാൻ മറക്കരുത്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നൽകുന്നത്. അത് മറക്കരുത്. ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയതാണ് തിരക്കിൽ. നിങ്ങൾ ഇടണം. സാധാരണ ജീരകം ഒന്ന് നമ്മുടെ ദോശേൻ്റെ തവയിലോ അല്ലെങ്കിൽ ചപ്പാത്തി തവയിലോ എങ്ങനെയെങ്കിലും ഒന്ന് ഇട്ടിട്ട് വറുക്കുക. വറുത്തിട്ട് അതൊന്ന് കുത്തി പൊടിച്ചാൽ മതി. ഇല്ലാച്ചെങ്കിൽ മിക്സിയിലോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കുറച്ച് കസൂരി മെത്തിയും കൂടെ ഇട്ടുണ്ട് കേട്ടോ. നമ്മൾ പനീർ ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ പനീർ കുറച്ച് പൊടിഞ്ഞു പോകും കേട്ടോ. ഫ്രഷ് ആയതുകൊണ്ടാണ്. അല്ല നമ്മൾ വാങ്ങുന്ന ഫ്രോസൺ ആണെങ്കിൽ പൊടിയത്തില്ല. പക്ഷെ എന്നാലും പൊടിഞ്ഞാലും അതിൻ്റെ ആ ഒരു ചൊവ്വയൊക്കെ കറിയിലേക്ക് ഇറങ്ങിയിട്ട് രസമാണ്. സോ എൻ്റെ കറി ആയി. ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടെ മേലെ ഇട്ട് കഴിഞ്ഞാൽ പനീർ ബട്ടർ മസാല റെഡിയാണ്. ഇതിൽ ഞാൻ ആർട്ടിഫിഷ്യൽ കളറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി വേണം ആർക്കെങ്കിലും ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് കളർ ചേർക്കാവുന്നതാണ്. ഞാൻ മക്കൾക്ക് ആയതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. കുറച്ച് ഫ്രഷ് ക്രീമും ചേർക്കാം കേട്ടോ. പക്ഷെ ഇതൊരു ടിപ്പിക്കൽ പഞ്ചാബി സ്റ്റൈൽ എന്താണ് പനീർ ബട്ടർ മസാല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ മാഞ്ഞാളങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നത്. സാധാരണ വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയത്. Wash your hand and come. Okay. Why? Go. പനീർ ബട്ടർ മസാല, റൈത്ത, പിന്നെ ഗീ റൈസ്. ഗീ റൈസിലില്ലേ മമ്മ ഉപ്പിട്ട് കാണിക്കാൻ മറന്നുപോയി. ഉപ്പിട്ടിട്ടുണ്ട് പക്ഷെ കാണിക്കാൻ മറന്നുപോയി. ഞാൻ ഒറ്റയ്ക്കാണ് ഒക്കെ ചെയ്തത്. അപ്പം എനിക്ക് ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല ആരും. ഇവളാണ് എന്നെ ക്യാമറയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറ്. ഇവിടെ നിൽക്കുന്ന കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ എന്നാലും ഞാൻ തന്നെ വേണം എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഉപ്പിടാൻ പറയാൻ മറന്നുപോയി കേട്ടോ. നിങ്ങൾ ഉപ്പിടണം. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.